ഹലോ, എൻ്റെ പേര് ശ്രീഹരി. നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഓണച്ചിത്രമായിട്ട് വന്ന നമ്മൾ കണ്ട രണ്ടാമത്തെ സിനിമ അജയൻ്റെ രണ്ടാം മോഷണം. ARM എന്നായിരിക്കും എല്ലാവർക്കും അറിയുന്നത്. അതിൻ്റെ ശരിക്കുള്ള പേര് അജയൻ്റെ രണ്ടാം മോഷണം എന്നാണ്. എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ, ഞാൻ എന്നാലും ഇന്ന് പറഞ്ഞതേ ഉള്ളൂ. മലയാളത്തിൽ അങ്ങനെ ഇത്തരത്തിലുള്ള സ്റ്റോറി ടെല്ലിംഗ് സിനിമകളൊന്നും അധികം വന്നിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഉണ്ടാവായിരിക്കും. പക്ഷേ എനിക്കിതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫെയറി ടെയിലൊക്കെ നമ്മൾ തിയേറ്ററിൽ എങ്ങനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ഫീലായിരുന്നു. എസ്പെഷ്യലി ഇതിൽ ആ ഒരു ഫെയറി ടെയിലിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പറഞ്ഞാൽ സ്പോയിലറായി പോകുമായിരിക്കും മേ ബി, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ എലമെൻറ്റ്സിൻ്റെയൊക്കെ ആ ഒരു എക്സിക്യൂഷൻ കൊള്ളായിരുന്നു. സിനിമയുടെ കുറേ പോസിറ്റീവ്സിലേക്ക് എടുത്ത് പറയാനാണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ് ടൊവിനോ തോമസ്. പുള്ളിക്കാരൻ മണിയനായിട്ട് നല്ല അർമാദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പുള്ളി നല്ല ഫിസിക്കാണ്, നല്ല ഫിറ്റ്. അദ്ദേഹം നല്ല ഫിറ്റാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും കൂടെ ഇങ്ങനെ വരുക. ഒരു കള്ളൻ എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് എന്തോരം ഫ്ലെക്സിബിലിറ്റി വേണം, ഓടണം. അതുപോലെ തന്നെ നിങ്ങൾ ട്രെയിലറിൽ കണ്ടതുപോലെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആ ഒരു ക്യാരക്ടർ മാത്രമല്ല, കുഞ്ഞിക്കേളുമായിട്ടും അജയനുമായിട്ടും ചെയ്തിട്ടുണ്ട്. അജയനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് ഉള്ളത്. ത്രൂ ഔട്ട് അജയൻ ഉണ്ട് സ്റ്റോറിയിൽ. പല പല കാലഘട്ടങ്ങളിൽ കാണിക്കുന്നതാണെങ്കിലും അജയൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് സിനിമ പറഞ്ഞു പോകുന്നത്. കുഞ്ഞിക്കേളും കിഡിലനായിരുന്നു. ഒരു വീരൻ എന്നുള്ള ഫീലൊക്കെ നമുക്ക് ഒരു കുഞ്ഞിക്കേളുവിൻ്റെ ക്യാരക്ടർ കാണുമ്പോൾ തോന്നുമായിരുന്നു. ലേഡി ക്യാരക്ടേഴ്സ് ചെയ്ത 3 നായികമാർ, കൃതി ഷെട്ടി, സുരഭി ലക്ഷ്മി, നമ്മുടെ ഐശ്വര്യ രാജേഷിന് അധികം സ്ക്രീൻ സ്പേസ് ഇല്ല, കുറച്ചേ ഉള്ളൂ. കാരണം കുഞ്ഞിക്കേളുവിന് കുറച്ച് സ്ക്രീൻ സ്പേസേ ഉള്ളൂ. അജയൻ്റെ കൃതി ഷെട്ടിക്ക് അത്യാവശ്യം നല്ല റോളുണ്ട്. അതുപോലെ തന്നെ സുരഭി ലക്ഷ്മി, മണിയൻ്റെ വൈഫായിട്ടാണ് സുരഭി ലക്ഷ്മിയുടെ ക്യാരക്ടർ. പുള്ളിക്കാരിക്ക് ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ഭീകരത കൊണ്ടുവരാനായിട്ടൊക്കെ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറേ പേരുണ്ട് കേട്ടോ, ഞാൻ എല്ലാവരുടെയും പേര് അങ്ങനെ എടുത്ത് പറയുന്നില്ല. എല്ലാവരുടെയും പെർഫോമൻസ് കൊള്ളാം. ഞാൻ ടൊവിനോ തോമസിൻ്റെ എടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ, പുള്ളിക്കാരൻ 1 വർഷമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിൽ അങ്ങോട്ട് കേട്ടു. അതുകൊണ്ടാണ് ആ ഒരു പേര് ഞാൻ എടുത്ത് പറഞ്ഞത്. പെർഫോമൻസ് ചെയ്ത എല്ലാവരും ആരെങ്കിലുമൊക്കെ എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ മിസ്സാകും, അതുകൊണ്ടാണ്. വിഷ്വൽസ് ഒക്കെ നല്ലതാണ് കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട്. ഒരു തിയേറ്ററിക്കൽ വാച്ചിന് വേണ്ട കുറേ ഡിമാൻഡ് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. വിഷ്വൽസും മ്യൂസിക്കും. ദിബു നൈന തോമസിന്റെ മ്യൂസിക്കാണ്. ഒരു പഴങ്കഥ, പഴയ കാല സ്റ്റോറി പറയുമ്പോൾ വേണ്ട ഒരു ഭീകരത, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പുള്ളിക്കാരൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വിഷ്വൽസും അതുപോലെ തന്നെ മ്യൂസിക്കും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് തോന്നി. പിന്നെ അതിൻ്റെ ഏറ്റവും മികച്ചൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ ഡയറക്ഷൻ. ജിതിൻ ലാൽ കൊള്ളാം കേട്ടോ ബ്രോ. ഫസ്റ്റ് മൂവിയാണെന്ന് പറയില്ല. ബേസിൽ ജോസഫിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്നിട്ട് ആശാനെ വെച്ച് തന്നെ നല്ലൊരു സിനിമ എടുത്തു അദ്ദേഹം. ഒരു ഡെയർ അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് മൂവി തന്നെ ഒരു റിസ്ക് എടുക്കുക, പാളിപ്പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അല്ലേ. കാരണം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, കുറച്ച് ബഡ്ജറ്റൊക്കെ ആയൊരു സിനിമയാണ്. ആ ലിമിറ്റേഷൻ ഇവിടെ ശരിക്കും ബാധിച്ചിട്ടേ ഇല്ല. നമുക്ക് സ്ക്രീനിൽ എത്ര കോടി കൊടുത്തോ അത്രയും കോടി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. VFX വർക്കൊക്കെ നമ്മൾ ട്രെയിലറിൽ കണ്ടത് പോലെ തന്നെ അത്യാവശ്യം നല്ല VFX വർക്കുണ്ട്. നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു വോയിസ് ഓവറൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ കാണിക്കുന്ന കുറേ ഒരു മായാലോകം എന്നൊക്കെ പറയത്തില്ല, അത്തരത്തിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ നൈസായിരുന്നു. ഇത് പിന്നെ ഒരു ഫെയറി ടെയിൽ ആയതുകൊണ്ട് തന്നെ ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കണ്ട, പോയം കാണണം. അതിലെ കുറേ എലമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നതല്ല, പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് നോട്ട് ചെയ്യണമെന്ന് തോന്നി. അതിൽ 2 കാര്യങ്ങളുണ്ടേ. ഒന്ന്, സിനിമയിൽ ചില ഭാഗങ്ങളിലൊക്കെ കണ്ടിന്യൂറ്റി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എല്ലായിടത്തും അല്ല, ചില ഭാഗങ്ങളിൽ. അപ്പം അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കാമായിരുന്നു. അത് ശരിക്കും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഞാൻ അതിൽ ശ്രദ്ധിച്ച ഒരു പോയിന്റ്, ടൊവിനോയും കൃതി ഷെട്ടിയും കൂടെ ഒരു പുഴക്കരയിൽ വന്നിരിക്കുന്ന ഒരു ഷോട്ടിൽ 2 ഷോട്ടാണ്, 2 ആംഗിളിൽ നിന്ന് എടുത്ത ഷോട്ടാണ്. അതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്നുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ആ ഒരു ഡ്രസ്സ് മാറിയിരിക്കുന്നത് ശരിക്കും നോട്ടീസബിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട്, അതിൽ കുറച്ച് സമയം കഴിഞ്ഞെടുത്ത ഷോട്ടല്ല, അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാകും. അതായത് ആ ഒരു ഷോട്ട് 2 ആംഗിളിൽ നിന്ന് എടുത്താണെന്നുള്ളത് നമുക്കറിയാം. അവിടെ ഒരു കണ്ടിന്യൂറ്റിൻ്റെ ഇഷ്യൂ തോന്നി. ചില ഭാഗങ്ങളൊക്കെ ഇപ്പം ഓടിയിട്ട് വന്ന് നിൽക്കുക, അതൊക്കെ കുറച്ചും കൂടെ ഒരു ക്യൂ എടുത്ത് ചെയ്തിരുന്നെങ്കിൽ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് എലാബറേറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ മാത്രം സജഷനാണ്. രണ്ടാമത്തെ ഒരു ചെറിയൊരു നെഗറ്റീവ് അത് എനിക്ക് തോന്നിയതാണ്. ഞാൻ നെഗറ്റീവായിട്ട് അതുകൊണ്ട് കൂട്ടുന്നില്ല. പടയെന്നാണ് കട്ട് പോയിന്റ് ഒക്കെ പോകുന്നത് കേട്ടോ. എഡിറ്റിംഗ് ഒക്കെ നല്ലതാണ്, എന്നാലും ആ കട്ട് പോയിന്റ്സ് കുറച്ചും കൂടെ ഇത്രയും സ്പീഡാക്കണ്ടായിരുന്നു എന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. കാരണം ഇത്തരത്തിലൊരു സ്റ്റോറി വിഷ്വൽസ് ഒക്കെ നമ്മളിലോട്ട് പതിപ്പിക്കുന്ന സമയത്ത് ആ ഒരു വിഷ്വൽസ് നമ്മുടെ ഉള്ളിൽ 2 സെക്കൻഡോ 1 സെക്കൻഡോ എങ്കിലും എക്സ്ട്രാ തള്ളി നിൽക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പല ഭാഗങ്ങളിലും. അപ്പം ഞാൻ പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ
ഒത്തിരി ഷോട്ടുകളും ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. ആ പറഞ്ഞു പോകുന്ന കാര്യത്തിൻ്റെ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ കുറച്ചും കൂടെ നിൽക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു എവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത് അത് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് കാണിച്ചിട്ട് നിർത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചില ഷോട്ടുകൾ കേട്ടോ, എല്ലായിടത്തും അങ്ങനെ തോന്നിയില്ല, ചില ഭാഗങ്ങളിൽ. പക്ഷെ അതെനിക്ക് പറയണം തോന്നി. അങ്ങനെ ചെറിയ എൻ്റെ ഭാഗത്തുനിന്ന് തോന്നിയ 2 പോരായ്മകൾ മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ആസ്വാദനത്തെ അങ്ങനെ ബാധിക്കില്ല, എന്നിരുന്നാലും പറയണം തോന്നി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക. സിനിമ തിയേറ്ററിൽ തന്നെ പോയി മാക്സിമം കാണാൻ ശ്രമിക്കുക. തിയേറ്റർ മെറ്റീരിയൽ ആണ്, അതിൻ്റെതായ എഫക്റ്റും 3D ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ റിവ്യൂ കുറച്ച് പേർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ പറയുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.